ശ്രീ രഘുചൈതന്യൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഇന്ത്യയുടെ സൈനിക പ്രതിരോധ നീക്കങ്ങളെ ഒന്നും തള്ളിപ്പറയാൻ കഴിയില്ല. അത്രയും ശക്തമായിട്ടുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ സ്ഥലത്ത് പക്ഷേ ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് അതേ ആസ്ഥാനങ്ങൾ വീണ്ടും കെട്ടിപ്പൊക്കുമ്പോൾ നമ്മൾ പ്രതിരോധ നീക്കങ്ങൾ സംവിധാനങ്ങൾ ഇനിയും കടുപ്പിക്കണം, അല്ലെങ്കിൽ മറ്റൊരു നീക്കത്തിലേക്ക് കടക്കണം എന്നുള്ള ഒരു സൂചന കൂടി ഇതിനകത്തുണ്ട്. ഇന്ത്യയുടെ സൈനിക പ്രതിരോധം ഈ സാഹചര്യത്തിൽ അത് എത്രത്തോളം ശക്തമാണ്? ഇങ്ങനെ ഒരു ഭീഷണി വരുമ്പോൾ അത് നേരിടാൻ എത്രത്തോളം കൂടുതൽ വിപുലമായ നടപടികൾ വേണ്ടതായിട്ട് വരും ഇന്ത്യൻ സേനയ്ക്ക്? അവരുടെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒറ്റയ്ക്കാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. കാരണം ഇന്ത്യയുടെ എക്കാലവും വിശ്വസിക്കാവുന്ന ഒരു ഉറ്റ സുഹൃത്ത് എന്ന് പറയുന്നത് ഇസ്രായേലും മാത്രമേ ഉള്ളൂ, പിന്നെ പാർഷ്യലി റഷ്യയും. ബാക്കി എല്ലാ രാജ്യങ്ങളും അവർക്ക് അവരുടെ താല്പര്യങ്ങളാണ് വലുത്. വളരെ കൃത്യമായിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഒരിക്കൽ പറയുകയുണ്ടായി, വെസ്റ്റിന്റെ പ്രോബ്ലം ലോകത്തിന്റെ പ്രോബ്ലമാണ് എന്ന് അവർക്കൊരു ധാരണയുണ്ട്, എന്നാൽ ലോകത്തിന്റെ പ്രോബ്ലം വെസ്റ്റിന്റെ പ്രോബ്ലം അല്ല എന്ന് അവരത് ബോധമില്ല. അവർക്കുള്ളതെന്ന് പറഞ്ഞാൽ പ്യുവർലി ബിസിനസ് ഇൻട്രസ്റ്റ് ആണ്. പിന്നെ കാലാകാലങ്ങളായിട്ട് ഇന്ത്യയുടെ വളർച്ച കണ്ടിട്ട് അവർക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് ഭയമുണ്ട്. കാരണം അമേരിക്കയും റഷ്യയും വലിയ ശക്തികളായിട്ട്, അല്ലെങ്കിൽ യൂറോപ്പും വെസ്റ്റേൺ കൺട്രീസ് ലോകത്തിനെ ഭരിച്ചോണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഓൾ ഓഫ് എ സഡൻ ചൈന കയറി വരുന്നത്. ചൈനയുടെ ഉയർച്ച കണ്ടിട്ട് തന്നെ അവർക്കിപ്പോ ഭയമാണ്, ഇന്ത്യയുടെ പ്രോഗ്രസ് കണ്ടിട്ട് അവർക്ക് ഭയമാണ്. അതുകൊണ്ട് ഇന്ത്യയെ ഒതുക്കുക എന്നുള്ള ഒരു അജണ്ട വെസ്റ്റിനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ നമ്മുടെ സഖ്യരാഷ്ട്രങ്ങളെന്ന് പറയുന്ന ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളോ ജർമ്മനിയോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെ ശക്തമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഹ്യൂജ് മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൽ അവർക്ക് വേണ്ടത്ര സ്വാധീനം ചെലുത്തണം, അവർക്ക് ഇവിടുന്ന് പരമാവധി പൈസ ഇവിടുന്ന് കൊണ്ടുപോകണം. അതാണ് അവരുടെ താല്പര്യം. അതിനു വേണ്ടിയിട്ടാണ് അവർ നമ്മളുമായിട്ട് ചങ്ങാത്തം കൂടുന്നത്. അല്ല 100% ഇന്ത്യയോട് കൂറുണ്ട് എന്നുള്ളൊരു വസ്തുതയല്ല. അതിന് കുറെ ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആക്ഷൻസ്. പറഞ്ഞ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ ആദ്യം പറയാം. ഇന്ത്യയുടെ ആക്ഷൻസ് ഇപ്പൊ നമ്മുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലഷ്കർ എ തോയ്ബയുടെ കംപ്ലീറ്റ് ഫെസിലിറ്റി നമ്മൾ നശിപ്പിച്ചു. 15 കോടിയാണ് അവർ എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ 4 കോടി പാകിസ്ഥാൻ ഗവൺമെന്റ് കൊടുക്കുന്നു എന്ന് പറയുന്നു. ബാക്കി ഇനി ആർമിയുടെ ഷെയർ വരാനുണ്ട്, ISIയുടെ ഷെയർ വരാനുണ്ട്. പിന്നെ ഈ പ്രളയ ദുരിതാശ്വാസം എന്നും പറഞ്ഞുള്ള പേരിൽ അവർ കണ്ടമാനം പിരിക്കുന്നുണ്ട്. അതിന്റെ വലിയൊരു സിംഹഭാഗവും ഇതിലേക്ക് പോകുന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, പാകിസ്ഥാനെ ഇത്രയധികം ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഒന്ന് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ADB വളരെയധികം ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IMF സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചൈന സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫ്ലഡ് റിലീഫ് എന്നുള്ള പേരിലായാലും പല പേരിലായാലും ഇവർ ഫിനാൻഷ്യലി കണ്ടവാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് പാകിസ്ഥാൻ വഴി തിരിച്ച് തീവ്രവാദം വളർത്താൻ വേണ്ടി തന്നെയാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് പാകിസ്ഥാന്റെ തീവ്രവാദം കൊണ്ട് പ്രത്യക്ഷത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്ന ഇന്ത്യ മാത്രമാണ്. വെസ്റ്റേൺ കൺട്രീസിന് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. കാരണം മെയിനായിട്ട് ലോകത്തിന്റെ തീവ്രവാദ ഹബ്ബുകൾ എന്ന് പറയുന്ന 3 രാജ്യങ്ങളാണ്. ഒന്ന് പാകിസ്ഥാൻ തീവ്രവാദത്തിന്റെ ഏറ്റവും നല്ലൊരു നഴ്സറി തന്നെയാണ്. രണ്ടാമത് വരുന്നതാണ് ഇറാൻ കളിക്കുന്നത് ഇവിടെ പ്രോക്സിസിനെ വെച്ചിട്ടാണ്. ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തീസും എല്ലാം ഇറാൻ നേരിട്ട് യുദ്ധം ചെയ്തില്ലെങ്കിലും ഈ പ്രോക്സിസിനെ ഉപയോഗിച്ചിട്ടാണ് ഇറാൻ കളിക്കുന്നത് മുഴുവൻ. മൂന്നാമത് വരുന്നതാണ് ഖത്തർ. പല ആൾക്കാരും എന്നോട് വിയോജിച്ചേക്കാം, പക്ഷേ ഈ തീവ്രവാദികളുടെ നേതാക്കൾക്കെല്ലാം സുരക്ഷിതമായിട്ട് ഇസ്രായേലിനെ പേടിക്കാതെ താമസിക്കാൻ കൊള്ളാമെന്ന് കരുതിയിരുന്ന അവർക്ക് അഭയം കൊടുക്കുന്ന ഒരു രാഷ്ട്രമാണ് ഖത്തർ. അപ്പൊ നമുക്ക് പാകിസ്ഥാന്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. ഇത് ആദ്യമായിട്ടല്ല ഇവർക്ക് ഇങ്ങനെ ഒരു ഫണ്ടിങ് മറ്റുള്ള സ്ഥലത്തു നിന്ന് ധാരാളമായിട്ട് കിട്ടുന്നത്. പക്ഷേ ഒരു പരിധി വരെ ഇന്ത്യയും അതിന് റെസ്പോൺസിബിൾ ആണ്. അപ്പൊ ഇന്ത്യ പാകിസ്ഥാന് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രീ ആയിട്ടല്ല കൊടുക്കുന്നത്. നമുക്ക് 10 മടങ്ങായിട്ട് തിരിച്ചു വരുന്നുണ്ട്. തീവ്രവാദികളുടെ രൂപത്തിലും ബോംബിന്റെ രൂപത്തിലും തോക്കിന്റെ രൂപത്തിലൊക്കെ വരുന്നുണ്ട്. ഞാൻ ചെറിയൊരു ഹിസ്റ്ററിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ചു കാലത്തെ ഹിസ്റ്ററി മാത്രം എടുക്കാം. പഴയതെല്ലാം പോട്ടെ, പണ്ട് കാലത്ത് കൊടുത്ത് എന്തൊക്കെയാന്നുള്ള പോട്ടെ. 1997 നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ അന്ന് മുലായം സിംഗ് യാദവ് ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അന്നൊരു പത്രവാർത്ത വന്നിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ഒന്നും സ്ട്രോങ് അല്ലായിരുന്ന കാലത്താണ് ആവശ്യപ്പെട്ടത്. അന്ന് ഡിഫൻസ് മിനിസ്റ്ററാണ് മുലായം സിംഗ്. അത്രയും ശക്തമായ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി പറഞ്ഞത് 500 കോടി രൂപ നമ്മൾ പാകിസ്ഥാന് കൊടുക്കണം. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പാകിസ്ഥാന് കൊടുക്കണം എന്നൊരു പ്രഖ്യാപനം നടത്തി. അത് കൊടുത്തു ഇല്ലേ എന്നുള്ളതിന്റെ ഫോളോ അപ്പ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ആ സമയത്ത് ഈ പറയുന്ന സമയത്ത് ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് എന്ന് പറയുന്നത് വെറും $29.3 ബില്യൺ ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് ടോട്ടൽ. അതിനുശേഷം 2005 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ POKയിൽ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ ഒരു ഭൂകമ്പം വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യ ചെയ്ത സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2005
$15 മില്യൺ വില വരുന്ന സാധന സാമഗ്രികളാണ് ദുരിതാശ്വാസമായിട്ട് കൊടുത്തത്. ദുരിതാശ്വാസം കൊടുക്കുന്നതിൽ ഒരു കാരണവശാലും നമ്മൾ പിന്നോട്ട് മാറരുത്. പക്ഷേ ആർക്കാണ് കൊടുക്കുന്നത്? കളഞ്ഞാലും അളന്നു കളയണമെന്ന് പറയുന്നത് ആർക്കാണ് കൊടുക്കുന്നത്, അത് എന്തിനു പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പരാജയപ്പെട്ടു. 15 മില്യന്റെ സാധന സാമഗ്രികൾ കൊടുക്കുന്നതിന് പുറമെ $25 മില്യൺ ക്യാഷും നമ്മൾ അന്ന് പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ നമ്മൾ $40 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു 325-350 കോടി രൂപ വരുന്ന സഹായമാണ് 2005 നമ്മൾ പാകിസ്ഥാന് കൊടുക്കുന്നത്. അപ്പൊ അന്ന് 2005 ഇന്ത്യയുടെ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ അവസ്ഥയിലാണ്. ആകെ ഫോറക്സ് റിസർവ് എന്ന് പറയുന്നത് $143 ബില്യൺ മാത്രമാണ്. അവിടെ നിൽക്കട്ടെ. 2010 ഇതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഒരു ഫ്ലഡ് ഉണ്ടായി. അന്ന് ഇന്ത്യ ഇതുപോലെ തന്നെ ധാരാളമായിട്ട് പാകിസ്ഥാന് വാരിക്കോരി കൊടുത്തത് $25 മില്യൺ. ഇപ്പോഴത്തെ കണക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു 200 കോടി രൂപയിൽ അധികം വരും. പക്ഷെ ഇപ്പൊ നമ്മൾ വളരെ ശക്തമാണ്. 2025 വന്ന് നിൽക്കുമ്പോൾ $700 ബില്യൺ കൂടുതലാണ് നമ്മുടെ ഫോറക്സ് റിസർവ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും പാകിസ്ഥാനിൽ ഫ്ലഡ് ഉണ്ടായി. ഫ്ലഡ് റിലീഫ് വെച്ചിട്ടാണ് വരെ കളിക്കുന്നത് മുഴുവൻ. ഇന്ത്യ കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല എന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, പഴയ കാലങ്ങളിൽ പാകിസ്ഥാൻ ഇത്രയും നമ്മൾ കൈയയച്ച് സഹായം ചെയ്യുമ്പോൾ അഫ്ഗാനിസ്ഥാൻ പ്രശ്നം വളരെ രൂക്ഷമായിട്ട് വഷളായിട്ട് നിൽക്കുന്ന കാലഘട്ടത്തിൽ ഞാനും എൻ്റെ കുടുംബമായിട്ട് ഭാര്യയും ചെറിയ കുഞ്ഞുമായിട്ട് പിഞ്ചോർ ഗാർഡൻ, ഞങ്ങൾ ഗാർഡനിലൊക്കെ വൈകുന്നേരം ഒന്ന് പോകുന്ന സമയത്ത് ഭയങ്കര വഷളായിട്ട് നിൽക്കുകയാണ് ഖാലിസ്ഥാൻ പ്രശ്നം. ആ സമയത്ത് അവിടെ കുറെ പോലീസുകാരും അല്ലെങ്കിൽ ഇതുപോലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട് ഗവൺമെന്റിന്റെ. അവര് 303 റൈഫിളും കൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. 303 റൈഫിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി പറയാം, നമ്മുടെ NCCയിലൊക്കെ ഈ തോളത്ത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു റൈഫിൾ. ഇതാണ് ഇവരുടെ കയ്യിലുള്ള ആയുധം. ഒരു 5-6 പോലീസുകാർ പിഞ്ചോർ ഗാർഡനിലൊക്കെ കറങ്ങി നടപ്പുണ്ട്. അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലത്തും കറങ്ങി നടപ്പുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ എയർഫോഴ്സിന്റെ ഐഡന്റിറ്റി കാർഡ് കാണിച്ചുകൊണ്ട് ഞാൻ ഈ പോലീസുകാരനോട് ചോദിച്ചു, അല്ലെങ്കിൽ അവർ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. പോലീസുകാരനോട് ചോദിച്ചു, നിങ്ങൾ ഈ തീവ്രവാദികൾ AK-47 കൊണ്ട് വരുമ്പോൾ, അതായത് മിനിറ്റില് 100 കണക്കിന് റൗണ്ട്സ് അറ്റ് എ ടൈം ഫയർ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള റൈഫിളും കൊണ്ട് വരുമ്പോൾ 303 റൈഫിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ഫയർ ചെയ്യണം, അത് കഴിഞ്ഞത് റീകോക്ക് ചെയ്ത് റീലോഡ് ചെയ്യണം, റീലോഡ് ആകാതിരിക്കാം, എന്നിട്ട് വേണം അടുത്ത ഉണ്ട ഫയർ ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യത്തെ കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇവന്റെ മേളിൽ അരിപ്പയാവുന്നുള്ള ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ ഇതുകൊണ്ട് പ്രതിരോധിക്കുന്ന എന്താണ് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചപ്പം ആ പോലീസുകാരനെ സത്യം പറഞ്ഞാൽ നമ്മൾ സല്യൂട്ട് ചെയ്തു. അത്രയും മോട്ടിവേറ്റഡ് ആയിരുന്നു. സാർ, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്, AK-47 റേഞ്ച് കുറവാണ്, ഇതിന് റേഞ്ച് കൂടുതലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ദൂരെ വെച്ച് തന്നെ ഇവനെ തീവ്രവാദിയെ നമുക്ക് ആക്രമിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അയാളൊരു പോസിറ്റീവായിട്ട് എടുത്ത, അതൊരു സത്യമായ കാര്യമല്ല എന്നുള്ളത് അയാൾക്കും അറിയാം, നമുക്കും അറിയാം. എനിവേ, അപ്പൊ ആ ഒരു കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ 500 കോടി കൊടുക്കണമെന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളോ അങ്ങനെയൊന്നുമില്ല. അതുപോലെ ഇന്ത്യൻ നമ്മുടെ നേവിക്കാണെങ്കിലും എയർഫോഴ്സിനാണെങ്കിലും മേജർ എക്യുപ്മെന്റ്സിന് സ്പെയർ പാർട്ട് വാങ്ങാൻ കാശില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് നമ്മൾ വാരിക്കോരി കൊടുത്ത ശത്രുവിന് തീവ്രവാദികളെ അയക്കാൻ വേണ്ടിയിട്ടെന്നുള്ളത് കൂടെ നമ്മൾ ഓർക്കണം. നമുക്കറിയാലോ, ഇപ്പം നമ്മുടെ അന്തർവാഹിനികൾ പൊട്ടിത്തെറിച്ച് 16 നേവൽ ഉദ്യോഗസ്ഥരാണ് ഒരിക്കൽ മരിച്ചുപോയത്. അവരുടെ ബാറ്ററി ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററി ആയിരുന്നു. നല്ല ബാറ്ററി വാങ്ങാൻ പോലും നമ്മുടെ കയ്യിൽ കാശില്ലായിരുന്നു. സബ്മറീൻ എക്സ്പ്ലോഷൻസ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഇന്റർനാഷണൽ ഫോറം, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു. ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഇപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പൊ ഇസ്രായേൽ ഖത്തറിൽ ഒരു ആക്രമണം നടത്തി. വേൾഡ് കമ്മ്യൂണിറ്റി എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്? നമ്മളിവിടെ മലയാളത്തിലെ ചാനലുകളിൽ അടക്കം ചർച്ചകളിൽ നമ്മൾ ഇസ്രായേലിനെ ഏതാണ്ട് വലിയൊരു ദ്രോഹം ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ എങ്ങനെ കൊണ്ടു നടക്കുമായിരുന്നു. അതേ സമയത്ത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ, അല്ലെ പാകിസ്ഥാൻ ഇവിടെ വന്നിട്ട് തുണി പൊക്കി നോക്കി 26 പേരെ ഇന്ത്യക്കാരെ കൊന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ വേൾഡ് കമ്മ്യൂണിറ്റി എങ്ങനെ പ്രതികരിച്ചു? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിലൊരു വിഷയം ഉണ്ടല്ലോ. അല്ല, ഇന്ത്യയുടെ പൊതുവെയുള്ള നയം എന്ന് പറയുന്നത് ഇപ്പൊ ഇസ്രായേലിലാണെങ്കിലും അവിടെയും ഇന്ത്യക്കാരുണ്ട്, ഖത്തറിൽ പ്രവാസികളുണ്ട്, മലയാളികളുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കട്ട് ആൻഡ് റൈറ്റ് ഒരു നിലപാടെടുക്കുന്നത് ആത്മഹത്യാപരമായി പോവില്ലേ? അല്ല, ഇന്ത്യ ഇപ്പൊ എടുത്ത നിലപാട് എന്തായിരുന്നു? ഇപ്പൊ തന്നെ ഇപ്പൊ 2 നേഷൻ തിയറി UN 142 രാഷ്ട്രങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തു. ഇന്ത്യ സപ്പോർട്ട് ചെയ്തതായിരുന്നു. എന്റെ ഒരു അഭിപ്രായം പറയുന്നത്, കാരണം നമ്മൾ നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് ആണ് നോക്കേണ്ടത്. ഇതേപോലെയുള്ള സിറ്റുവേഷനിലാണ് ഇന്ത്യയും ഇന്ന് നിൽക്കുന്നത്. ഇന്ത്യ ഒരുപക്ഷെ വോട്ടിംഗിൽ നിന്ന് വിട്ടു നിൽക്കാമായിരുന്നു. അതെന്തെങ്കിലും ആയിക്കോട്ടെ. വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ 4 കോടി രൂപ എന്ന് പറഞ്ഞപ്പോ ശ്രീ പണിക്കരും അതുപോലെ തന്നെ ശ്രീ മോഹൻ വർഗീസും ഒക്കെ പറഞ്ഞു ഇന്ത്യൻ രൂപയിൽ ഏതാണ്ട് 1.25 കോടി 1.5 കോടി താഴെ വരുന്നുള്ളൂ. ശരി, സമ്മതിച്ചു. ഒരു 3-4 മാസം മുമ്പല്ലേ പാകിസ്ഥാൻ ഗവൺമെന്റ് മസൂദ് അസറിന് എത്രയാ ഓഫർ ചെയ്തത്? 14 കോടി രൂപ. എന്തിനാണെന്നറിയാമോ?
ഓപ്പറേഷൻ സിന്ദൂറിൽ മസൂദ് അസറിന്റെ ഫാമിലിയിലെ 14 പേരെയാണ് നമ്മുടെ മിസൈൽ പോയിട്ട് ചാരമാക്കിയത്. അപ്പൊ അതിന് മസൂദ് അസറിന് ബ്ലഡ് മണി എന്നുള്ള രീതിയിൽ പേരതല്ല ഇട്ടിരിക്കുന്നുണ്ടെങ്കിലും മസൂദ് അസർ എന്ന് പറഞ്ഞാൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന മനുഷ്യനാണ്. അയാൾക്ക് 14 കോടി രൂപയാണ് കൊടുക്കുന്നത്. അതിന്റെ കൂടെ ഞാൻ ചോദിക്കട്ടെ, IMF-ന്റെ ബെയിലൗട്ട് പാക്കേജ് ഇപ്പൊ 24 പ്രാവശ്യം IMF പാകിസ്ഥാന് ബെയിലൗട്ട് കൊടുത്തു. ഈ പൈസ എല്ലാം തീവ്രവാദത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇന്ത്യ പല പ്രാവശ്യം പറഞ്ഞു എന്നുള്ളത് കൂടാതെ തന്നെ ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം അറിയാം. ഇതേ മസൂദ് അസറിന്റെ ഫെസിലിറ്റി എന്ന് പറയുന്ന 18 ഏക്കറിൽ നിരന്നു കിടക്കുന്ന 1000-ലധികം തീവ്രവാദികളെ ഒരേ സമയത്ത് പരിശീലിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഏരിയയാണ്. അവിടെ മൾട്ടി സ്റ്റോറി ബിൽഡിങ്സും അതുപോലെ വളരെ വലിയ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിക്ക് ഉള്ളതുപോലെയുള്ള ഫയറിംഗ് റേഞ്ചുകളും പിന്നെ സ്വിമ്മിംഗ് പൂളുകളും, കാരണം ഈ കടലിൽ കൂടെ ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ സ്വിമ്മിംഗ് അറിയണമല്ലോ, വലിയൊരു ലൈഫ് സ്റ്റോക്ക് ഫാമും അതുപോലെ ഹൈസ്പീഡ് ഇന്റർനെറ്റ് എല്ലാ ഫെസിലിറ്റിയും ഉണ്ടെങ്കിൽ പാകിസ്ഥാൻ ഗവൺമെന്റ് ഇവർക്ക് കൊടുക്കുന്ന ഒരു വർഷം അത് റോയുടെ കണക്കാണ് $15 മില്യൺ ആണ് ഈ മസൂദ് അസറിന്റെ ഫെസിലിറ്റിക്ക് മാത്രമായിട്ട് പാകിസ്ഥാൻ ഒരു വർഷം കൊടുക്കുന്നത്. വ്യക്തമാണ്. ഞാൻ വരാം.